ഡിയസ് വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. മകളെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഒരു സൊല്യൂഷനെ ഡൈലൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ വാരി ചെയ്യും? ഒരു സൊല്യൂഷനെ ഡൈലൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റും ഉണ്ട്, വീക്ക് ഇലക്ട്രോലൈറ്റും ഉണ്ട്. രണ്ട് രീതിയിലുള്ള വേരിയേഷൻ ആണ് ഞാൻ പറയാം. ഈ വേരിയേഷൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക എന്നാൽ മോളാർ കണ്ടക്ടിവിറ്റി അഗെയിൻസ്റ്റ് റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ, മോളാർ കണ്ടക്ടിവിറ്റി അഗെയിൻസ്റ്റ് റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. മോളാർ കണ്ടക്ടിവിറ്റി അഗെയിൻസ്റ്റ് റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ. സ്ട്രോങ് വീക്കിന്റെ ഗ്രാഫ് ഇതാ വരിക, ഇങ്ങനെ വരിക. സ്ട്രോങ്ങിന്റെ ഗ്രാഫ് ഇതാ, വീക്കിന്റെ ഗ്രാഫ് ഒരു കേവ് ആണ് വരിക, കേവ്. സ്ട്രോങ്ങിന്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വരിക. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സ്ട്രോങ് ആൻഡ് ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഇൻക്രീസസ് ഓൺ ഡൈലൂഷൻ. അതായത് ഇത് 1 മോളാറാ, 1 മോളാർ, ഇത് 0.1 മോളാർ, ഇത് 0.01 മോളാർ, 0.0001 മോളാർ. അതായത് ഡൈലൂട്ട് ചെയ്യുന്നതനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടി പോവുക ചെയ്യുക. അത് സ്ട്രോങ് ആയാലും വീക്ക് ആയാലും. ഇത് അസറ്റിക് ആസിഡ്, എന്ന് പറഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഇത് HCl എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റാ. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെയും വീക്ക് ഇലക്ട്രോലൈറ്റിനെയും മോളാർ കണ്ടക്ടിവിറ്റി ഡൈലൂട്ട് ചെയ്താൽ കൂടുന്നു. സിമ്പിൾ ഗ്രാഫ് വെച്ച് പറയാൻ പറ്റും. ഇനി റീസൺ ചോദിച്ചാൽ പറയാം, ഇവിടെ ഇതാ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കൂടാൻ കാരണം നമ്പർ ഓഫ് അയോൺ ഇൻക്രീസസ് ഓൺ ഡൈലൂഷൻ. നമ്പർ ഓഫ് അയോൺ ഇൻക്രീസസ് ഓൺ ഡൈലൂഷൻ എഴുതുക. ഒരു സ്ട്രോങ്ങിന് ഇത് കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് അയോൺ ഇൻക്രീസസ് ഓൺ ഡൈലൂഷൻ. വളരെ ഈസിയാണ്. സ്പീഡ് ഓഫ് അയോൺ ഇൻക്രീസസ് ഓൺ ഡൈലൂഷൻ. വളരെ ഈസി ആയി ചെയ്തില്ലേ? ഒരു വീക്കിന് മോളാർ കണ്ടക്ടിവിറ്റി കൂടാൻ കാരണം ഡിഗ്രി ഓഫ് അയോണൈസേഷൻ കൂടും, നമ്പർ ഓഫ് അയോൺസ് കൂടും അല്ലെ? ഒരു സ്ട്രോങ്ങിന് കൂടാൻ കാരണം ഓൺ ഡൈലൂഷൻ ഇന്റർ അയണിക് അട്രാക്ഷൻ കുറയും, സ്പീഡ് ഓഫ് അയോൺസ് കൂടും. ക്ലിയർ ആയില്ലേ?